ഓണക്കാലം വന്നെത്തിയതോടെ ഓണക്കിറ്റിലും വെള്ളം ചേർത്തിരിക്കുകയാണ് UDF സർക്കാർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയ പല ഉൽപ്പന്നങ്ങളും ഇത്തവണ കിറ്റിൽ ഉൾപ്പെടുത്തിയേക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു, ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓണക്കിറ്റ് എല്ലാ കൊല്ലം കിട്ടുന്നതാണ്. ഇപ്രാവശ്യം ഓണക്കിറ്റും കിട്ടിയില്ല, സൗജന്യ റേഷനും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല സാധനം. റേഷൻ പീടികയിൽ പോയി സാധനം എത്തിയില്ല എന്ന് പറഞ്ഞു. ഓണമിങ്ങെത്തി. ഇത്തവണ ഉത്രാടപ്പാച്ചിലിനേക്കാൾ വലിയ നെട്ടോട്ടത്തിലാണ് നാടും നഗരവും. പച്ചക്കറിയും പലചരക്കും പൂക്കളും തുടങ്ങി ആവശ്യ സാധനങ്ങൾക്കെല്ലാം തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. എന്നാൽ വിലക്കയറ്റത്തിനെ പിടിച്ചുകെട്ടി മഹാമാരിക്കാലത്തും കുത്തിയൊലിച്ചു വന്ന പേമാരിയിലും പാവപ്പെട്ടവന്റെ വീടുകളിൽ പോലും അവശ്യ സാധനങ്ങളുടെ ഓണക്കിറ്റ് നൽകിയ ഓണക്കാലം കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളം. സന്തോഷപ്രദമായ ഓണം. കഴിഞ്ഞ വർഷത്തെ വില ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് വെള്ളരിക്കൊക്കെ 140-150 ഒക്കെ. പിന്നെ തക്കാളി കഴിഞ്ഞ എന്ത് വിലയായിരുന്നു, ഈ തവണ 50 രൂപ ഒരു ഇല്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടാനുള്ള കിറ്റും അതൊക്കെ കിട്ടി. വലിയ ഉപകാരം തന്നെ. എന്നെ പോലത്തെ ആക്കെല്ലാം കിട്ടുന്നത് വലിയ ഉപകാരം തന്നെ. സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഈ ചെയ്യുന്ന സർക്കാരിനും പിണറായിക്കും സർക്കാരിനും ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും നന്ദി അറിയിക്കണം. വിലക്കയറ്റത്തെ വകവയ്ക്കാതെയും മലയാളികളുടെ തീൻമേശകളിൽ അല്ലലില്ലാതിരിക്കുവാൻ കരുതൽ കാണിക്കുവാനുമാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രദ്ധിച്ചിരുന്നത്. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വർഷവും ഓണക്കിറ്റ് നൽകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ 14 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ യാതൊരുവിധ ബദൽ മാർഗങ്ങളും സർക്കാർ ഏർപ്പെടുത്താത്തതിൽ ആശങ്കയിലാണ് ജനങ്ങൾ. മാത്രമല്ല, കഴിഞ്ഞ വർഷം വരെ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന കേരള കശുവണ്ടി കോർപ്പറേഷന്റെ കശുവണ്ടിയും ഓണക്കിറ്റിൽ നിന്ന് ഒഴിവാക്കി. കിറ്റ് നൽകുമോ ഇല്ലയോ എന്നുള്ള അറിയിപ്പ് പോലും ഇതുവരെ സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സമ്പന്നന്റെ വീട്ടിലെ തീൻമേശകളിൽ ഓണവിഭവങ്ങൾ ഓണക്കിറ്റിലെങ്കിലും നിറയും. എന്നാൽ പാവപ്പെട്ടവന്റെ കാര്യം അങ്ങനെയല്ല. പാവപ്പെട്ടവനെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.